ഇപ്പോൾ ഏറ്റവും ഉയരുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ പരിശോധിക്കേണ്ട ഒരു വസ്തുത ഇങ്ങനെ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ സംവിധാനങ്ങൾ മുഴുവൻ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ രോഗികളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുവരെ താൽക്കാലിക സംവിധാനം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സംഭവം ഉണ്ടായപ്പോൾ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ രോഗികൾ ആരും ഇവിടെ ഇല്ല എന്നാണ് നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമുക്ക് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മറിച്ചാണ് സാഹചര്യം മനസ്സിലാവുന്നത്. അതായത് 30ഓളം രോഗികൾ ഇവിടെ 4ാം നിലയിൽ വിവിധ വകുപ്പുകളിലായി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ദൃക്സാക്ഷികളായ ആളുകൾ, രോഗികളുടെ ബന്ധുക്കൾ, കൂട്ടിരിപ്പുകാരൊക്കെ നമ്മോട് സംസാരിച്ചു. ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവർ രോഗികളുമായും കൂടെയുള്ളവരുമായും ഒക്കെ ഇറങ്ങി ഓടുകയായിരുന്നു. യൂറിൻ ട്യൂബൊക്കെ ഇട്ടിരുന്ന ആളുകൾ പോലും ഇറങ്ങി ഓടുന്ന സാഹചര്യത്തിലേക്ക് ഇന്നും പോയി എന്നുള്ളത് വളരെ അതീവ ഗൗരവമുള്ള സാഹചര്യമാണ്. എങ്ങനെ സുരക്ഷിതമല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് വീണ്ടും രോഗികളെ പ്രവേശിപ്പിച്ചു? അല്ലെങ്കിൽ ആരാണ് അനുമതി നൽകിയത്? ഇവരൊക്കെ വിവിധ ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന് ശേഷം കോഴിക്കോട് ബീച്ച് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ കഴിഞ്ഞിരുന്ന രോഗികളാണ്. ഇവർ ഇന്ന് രാവിലെയാണ് പലരും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ആരാണ് ഇവരെ വിളിച്ചത്? ആശുപത്രി അധികൃതരാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. അതായത് കെട്ടിടം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് വിളിക്കുകയാണ്. അവിടേക്ക് അവർ രോഗികളുമായി എത്തുകയാണ്. അവിടെ ചികിത്സ തുടങ്ങിയ ആളുകളുണ്ട്, എത്തിയ ആളുകളുണ്ട്. അതിനിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും ഈ സംഭവം ഉണ്ടാകുന്നു എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും നമ്മോട് നേരത്തെ പറഞ്ഞത് രോഗികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, അതുകൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നും മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും ആളുകൾ, ഇവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ കൂട്ടിരിപ്പരായ ആളുകൾ, സ്വന്തം ഒരു മാവൂർ സ്വദേശിയായ സലീം എന്നൊരു യുവാവ് സംസാരിച്ചിരുന്നു. സ്വന്തം മകനെയുമായാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. 3ാം നിലയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീണ്ടും പുകയുയർന്ന് അത്യാഹിതം സംഭവിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ച് മകനുമായി മകനെ എടുത്ത് ഓടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ അവിടെ വഷളായ ആരോഗ്യസ്ഥിതി വളരെ മോശമായ ആളുകളുണ്ടായിരുന്നു. അവരെയും താൻ താങ്ങിപ്പിടിച്ചാണ് പുറത്തേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പലും സൂപ്രണ്ടും പറഞ്ഞത് അത് യഥാർത്ഥ വസ്തുതയല്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇനി അവരുടെ ഭാഗത്തു നിന്നും ഉള്ള വ്യക്തത ഇനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം, ഈ നാട്ടുകാർ പറഞ്ഞതിനനുസരിച്ച്, ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞതനുസരിച്ച് ഈ ബിൽഡിംഗ്, ഈ കെട്ടിടം, കാഷ്വാലിറ്റി ബിൽഡിംഗ് പൂർണ്ണമായി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താതെ എങ്ങനെ ഇവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം. വീണ്ടും തുടർച്ചയായി ഈ സംഭവങ്ങൾ, ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ വയറിംഗ് സംവിധാനത്തിൽ അപാകതകൾ തുടർന്ന് പുക ഉയരുന്ന സാഹചര്യം, ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ രോഗികളെ എങ്ങനെ ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു, സുരക്ഷിതമല്ലാത്തൊരു കെട്ടിടത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നത് വലിയ ചോദ്യമായി നിൽക്കുക തന്നെയാണ് പ്രതീഷ്.